ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കുന്ന ദിവസങ്ങളിൽ നിലയ്ക്കൽ മുതൽ കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ നടപടി. നിയന്ത്രണ വിധേയമായി തിരക്ക് ക്രമീകരിക്കാൻ നടപടികൾ സ്വീകരിച്ചതായി ശബരിമല സ്പെഷ്യൽ ഓഫീസർ ആർ ശ്രീകുമാർ ജനം ടിവിയോട് പറഞ്ഞു. തിരക്ക് ക്രമീകരണത്തിന്റെ ആദ്യപടി തുടങ്ങുന്നത് നിലയ്ക്കലിൽ നിന്നുമാണ്. സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാകുന്നതിനനുസൃതമായി നിലയ്ക്കലിൽ ഭക്തർക്ക് സ്പോട്ട് ബുക്കിംഗ് ക്രമീകരിച്ചു നൽകും. മരക്കൂട്ടം മുതൽ ബാച്ചുകളായാണ് ഭക്തരെ മുന്നോട്ട് നീക്കുന്നത്. തിരക്ക് കൂടുന്ന ദിവസങ്ങളിൽ ഈ വിധം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ശബരിമല സ്പെഷ്യൽ ഓഫീസർ ആർ ശ്രീകുമാർ പറഞ്ഞു. മരക്കൂട്ടം വഴി നിൽക്കുന്നതിനകത്ത് ഒരു വിഷയം കൂടെ ഉണ്ട്. നമ്മളിപ്പം ക്യൂവിൽ നിൽക്കുന്നതോടൊപ്പം തന്നെ രാവിലെ ആണെങ്കിൽ തലേ ദിവസം വന്ന് ദർശനം നടത്തിയ ആൾക്കാർ, അതുകൊണ്ട് നട അടച്ചതിന് ശേഷം 11 മണിക്ക് ശേഷം ദർശനം നടത്തിയ ആൾക്കാർ, ദർശനം നടത്തിയിട്ട് തന്നെ ഇവിടെ നിൽക്കുന്ന ആൾക്കാർ, അവർക്ക് നെയ്യഭിഷേകം നടത്തണം. ഇതിൻ്റെ ഒരു ക്യൂ സിവിൽ ദർശനമായിട്ടുണ്ട്, അതുകൊണ്ട് നെയ്യഭിഷേകത്തിനുണ്ട്. അവരും കൂടെ കയറേണ്ടി വരും. ഇപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കയറുമ്പോൾ നമുക്ക് നട കയറിയാൽ അവർക്ക് ദർശനം കൊടുക്കാൻ അല്പം സ്ലോ ആകും, നട കയറുന്നത് അല്പം സ്ലോ ആകും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇതുവരെ നമുക്ക് ഒരു 2 മണിക്കൂർ വരെയൊക്കെ കൊണ്ട് നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഇന്നലെ നിന്ന് ആ ക്യൂ ഒക്കെ സാധിക്കുന്നത്. മിനിറ്റിൽ 80 മുകളിൽ ഭക്തരെ 18-ാം പടി കയറ്റിവിടാനാണ് ശ്രമിക്കുന്നത്. കുട്ടിയായിട്ടുള്ള മാളികപ്പുറങ്ങളും ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് സ്പീഡ് കുറയും. അതുകൊണ്ട് പ്രായം കൂടിയ മാളികപ്പുറങ്ങൾ വരികയാണെങ്കിൽ സ്പീഡ് കുറയും. ശാരീരിക ബുദ്ധിമുട്ടുള്ള ആൾക്കാർ വരുവാണെങ്കിൽ സ്പീഡ് കുറയും. അപ്പോഴാണ് നമ്മുടെ ഈ സ്പീഡ് കുറഞ്ഞ് താഴേക്ക് വരുന്നത്. നോർമലായിട്ട് നമ്മൾ റെഗുലേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ തിരക്കില്ലാതെ പോയി കഴിഞ്ഞാൽ 80 ഓൾറെഡി നമുക്ക് പറ്റുന്നതാണ്. സന്നിധാനത്ത് പോലീസ് ഡ്രോൺ നിരീക്ഷണവും നടത്തുന്നുണ്ട്. സന്നിധാനത്തുള്ള ഒരു പരിമിതി വെച്ചാൽ സന്നിധാനത്ത് ഒരു ലിമിറ്റഡ് സ്പേസ് ഉള്ള ഓപ്പൺ സ്പേസ്, ഡ്രോൺ പറത്തി അത് നമുക്ക് കണ്ടെത്തണമെങ്കിൽ ഓപ്പൺ സ്പേസ് വേണം. അത് സന്നിധാനവും പരിസരവും പ്രമിസസുമാണ്. അപ്പോൾ അവിടെ 2 തരത്തിൽ ക്രൗഡ് എവിടെയാണ് കൂടുതൽ വന്നിരിക്കുന്നത്, നമ്മുടെ ക്യൂവിൽ എവിടെയൊക്കെയാണ് ക്രൗഡ് കൂടുതലുള്ളത്, അതോടൊപ്പം തന്നെ സെക്യൂരിറ്റി ആസ്പെക്റ്റും രണ്ടും നമ്മൾ നോക്കുന്നുണ്ട്. എന്തെങ്കിലും സംശയകരമായിട്ടുള്ള കാര്യങ്ങളോ ആൾക്കൂട്ടോ അല്ലെങ്കിൽ അതുകൂട്ടുള്ള വേറെ എന്തെങ്കിലും കാണുന്നെങ്കിൽ അവരത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 3 ദിവസങ്ങളായി 1 ലക്ഷം ഭക്തർ ദിവസവും ദർശനത്തിനെത്തുന്നു. ഇനി അവധി ദിവസങ്ങളടക്കം വരുന്നതിനാൽ തിരക്ക് വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയാണുള്ളത്. ജനം സന്നിധാനം.